യമനുണ്ട് തൊട്ട് പിറകിൽ. സർപ്പം തവളയെ വിഴുങ്ങാൻ വരുന്നത് പോലെ. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ വിളർന്ന മുഖമയ്യോ കൃതാന്തനിഹ പിൻപേ നടന്നു പുനഃ എത്തുന്നു ദർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരി നാരായണായ നമ. ഇതാലോചിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും നമ്മൾ വ്യർത്ഥമാക്കില്ല എന്ന് പറയുക. എത്രയും വേഗം മോക്ഷത്തെ അടയുക. അങ്ങനെയാണെങ്കിലോ മൃത്യുഞ്ജയനായി, പിന്നെ മരണമില്ല. മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം അഹം മതിർമൃത്യുമുപൈതി പൂർവം. മൃത്യുഞ്ജയനെ സമാശ്രയിച്ചാൽ അഹം മതി മരണമടയും. പിന്നെ നാം അമൃതസ്വരൂപികളായി, പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. ആ നിർഭയത എത്രയും വേഗം നേടിയെടുക്കണ്ടേന്ന് ചോദിക്കുക. അല്ലാതെ വിഷയഭോഗത്തിൽ ഇങ്ങനെ രമിച്ച് സമയം കളയാമോ? മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തോന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിന്നിമേലിലതുമെല്ലാം നിനച്ചു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ. ഭഗവാനെ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ആലോചിച്ചാൽ എനിക്ക് തന്നെ നന്നെ ഭയം തോന്നുന്നുണ്ട്. എന്താ കാരണം? ആകത്തുകയിൽ ജീവിതത്തെ ആലോചിച്ച് ആസൂത്രണം ചെയ്ത് ചിട്ടയോടെ അത് അനുസരിച്ച് വരിക എൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഭഗവാനെ ആരാധിക്കണം എന്ന് കേട്ടിട്ടുണ്ട്, എന്നാ അതാവാന്നാ നിശ്ചയിക്കണത്. ഇപ്പം ആരാധിക്കാൻ എന്താ ഉള്ളത് വെച്ചാലോ, ഇതുവരെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അത്ര നല്ല കർമ്മങ്ങളല്ലല്ലോ. പക്ഷെ എനിക്ക് വേറെ ഒന്നും തരാനില്ലേ. അതുകൊണ്ട് ഇത് അങ്ങേക്ക് സന്തോഷമായി വരട്ടെ. കേട്ടില്ലേ? ഞാനിങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ ഇതല്ലാണ്ട് ഞാൻ എന്താ തരിക? ഓരോരുത്തർ ഓരോ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ വീട്ടിലൊരു അതിഥി, ആദരണീയനായ ഒരു അതിഥി ചെന്നാൽ അവരെന്താ കൊടുക്കുക? അവർ ചെയ്യുന്ന അല്ലേ ബിസിനസ്സിൻ്റെ വിഭവം എന്താണോ അത് മിക്കവാറും കൊടുക്കും. ഈ കേരളത്തിലേക്ക് പുറമേ നിന്നൊക്കെ വരുന്ന അതിഥികൾക്ക് നമ്മളെന്താ കൊടുക്കുക? ആരും വന്നാലും ഒരു തോണിയുടെ മാതൃകയുണ്ട് അല്ലേ? അതാണ് വന്നവർ പറയുന്നത് എനിക്ക് 10ാമത്തെ പ്രാവശ്യം കിട്ടുന്നത്, കാരണം ഇതെൻ്റെ കേരളത്തിലെ 10ാമത്തെ സന്ദർശനമാണ്. സോറി സാർ, അങ്ങേക്ക് ഇത് നേരത്തെ ആരെങ്കിലും തന്നിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അല്ലെങ്കിൽ ഒരു കഥകളിയുടെ രൂപം ഇല്ലേ, ഉള്ളതല്ലേ കൊടുക്കുക. അപ്പോൾ ഭഗവാനെ, ഒരു കാര്യം ഞാൻ പറയാം. എന്താ, എനിക്ക് അങ്ങയോട് ആദരവ് തോന്നിയിട്ടുണ്ട്, സ്നേഹം തോന്നുന്നുണ്ട്, ഭക്തി തോന്നുന്നുണ്ട്. എന്താ തരിക എന്ന് ആലോചിക്കുമ്പോഴാണ് പക്ഷെ കഷ്ടം. എന്താ, ഈ ചെയ്തു കൂട്ടിയത് തന്നെ എൻ്റെ കയ്യിലുള്ളൂ, അതങ്ങോട്ട് എടുത്തോളൂ. ഈ അമ്പലത്തിൽ നമ്മൾ എന്താ കൊണ്ടു കൊടുക്കുക? ഉള്ളത്. അപ്പോൾ പൂജാരി എന്ത് ചെയ്യും? പക്ഷേ അതിലൊന്ന് അങ്ങനെ കുടഞ്ഞെടുത്തോളൂ, അത്രേ പറ്റുള്ളൂ. ഇതിലെ ശുദ്ധിയൊക്കെ കണക്കാം, എനിക്കിതേ നിവേദിക്കാനുള്ളൂ. അത് അങ്ങോട്ട് കുടഞ്ഞ് ശുദ്ധിയാക്കിയിട്ട് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കുക. അല്ല, തെറ്റി നിലയ്ക്ക് ഇപ്പം ഇത്രയൊക്കെ സാധിക്കുള്ളൂ എന്ന് പറയുക. ഇത് നിസ്സാരമായിട്ട് ഗണിക്കേണ്ട കേട്ടോ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ തയ്യാറായാൽ എന്തും എടുക്കാൻ സന്തോഷമേ ഉള്ളൂ. ഭഗവാൻ ആകെ കണ്ടീഷൻ വെച്ചത് എന്താ? പത്രം പുഷ്പം ഫലം തോയം. നിസ്സാരമാണ് എന്നൊന്നും ഞാൻ ഗണിക്കില്ല, അശുദ്ധിയുള്ളതാണോ എന്നും ഞാൻ നോക്കില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. അതിൻ്റെ പിറകിൽ ഭക്തി ഉണ്ടായാൽ മതിന. തദഹം ഭക്തി ഉപഹൃതം അസ്നാമി പ്രയതാത്മനഃ. ഈ സമ്പൂർണ്ണ സമർപ്പണമേ ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്. അത് സാധിക്കില്ലേ എന്ന് ചോദിക്കുക. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം അടിച്ച് തുടച്ചെടുത്ത് ഭഗവാന് കൊണ്ട് കൊടുക്കുക. എന്താ കൊടുക്കുക? മഞ്ഞിങ്കൽ വന്നിഹ പിറന്നു തൊട്ട്
പുനരെന്തോന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും. ഇവിടെ വന്ന് പിറന്നത് മുതൽ ഞാൻ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളും ഭഗവാനെ എന്തിന്നി മേലിലത് എല്ലാം, മാത്രമല്ല ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളും കൂടി ലീസിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഇനി വരാനുള്ള കാലവും അങ്ങേക്ക് തന്നെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഇതിൽ മേലിൽ കോപ്പി റൈറ്റ് വേറെ ആർക്കും ഉണ്ടാവില്ല. എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അങ്ങയിൽ നിക്ഷിപ്തമാണ്. കോപ്പി റൈറ്റ് ഫുള്ളി അങ്ങയ്ക്ക് എഴുതി തന്നിരിക്കുന്നു. എനിക്ക് പോലും എൻ്റെ കാര്യത്തിൽ ഇനി അധികാരമില്ല. എന്തിന്നി മേലിലിത് അതെല്ലാം നിനച്ചു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ. ഭഗവാനെ അവിടുന്ന് സന്തോഷിക്കുന്നത് മാത്രമേ എൻ്റെ രക്ഷയ്ക്ക് സഹായകമാവുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാനിതാ കംപ്ലീറ്റ് അങ്ങേക്ക് എഴുതി തന്നിരിക്കുന്നു. എൻ്റെ വിൽ പത്രം. എന്താ വിൽപത്രം? എല്ലാം അങ്ങേക്ക് അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പൂർണ്ണാധികാരം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. ഈ നിലയിലൊരു സമർപ്പണം ചെയ്താൽ പിന്നെ എല്ലാം ഭഗവത് വിലാസമായി കാണാൻ കഴിയും എന്നതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഫലം എവിടെയാ? പിന്നെ സകല വ്യവഹാരങ്ങളും ഈശ്വര സംബന്ധിയായി ബോധിക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു ലക്ഷണം. നിങ്ങൾ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുന്ന കാര്യത്തിൽ വിജയിച്ചോ സർ? ഐ ഡോണ്ട് നോ. പക്ഷേ ആർ യു ഏബിൾ ടു സീ എവറിത്തിങ് ആസ് നാരായണ? മനസ്സിലായില്ലേ? അങ്ങനെ വന്നാൽ എന്ത് മനസ്സിലാക്കാം? സമർപ്പണം സാധിച്ചു. അതുകൊണ്ട് സമർപ്പണം ചെയ്തുകൊണ്ടേയിരിക്കൂ, ഈ കാഴ്ച ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കൂ. എങ്ങനെയാ കാണുന്നതൊക്കെ നാരായണനാവുന്നത്? കാണുന്ന പ്രകാരത്തിൽ നാരായണനല്ല, കണ്ടതിൻ്റെ എസൻസ് തേടിപ്പോയാൽ, ഇതിൽ സാരസർവസ്വമായിട്ടിരിക്കുന്നത് എന്ത് എന്ന് തേടിപ്പോയാൽ കണ്ടത് കണ്ടതല്ല, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളിൽ വേറെ ഒന്ന് ഉണ്ട്. അങ്ങനെയാണ് നിരപേക്ഷമായ ഉണ്മയിലേക്കും ആനന്ദത്തിലേക്കും ചൈതന്യത്തിലേക്കുമൊക്കെ എത്തിച്ചേരുക.